ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ബേസിക് കോൺസ്റ്റൻസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററാണ്. പ്രീവിയസ് ചാപ്റ്ററായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ആ ഒരു ചാപ്റ്റർ നമുക്ക് നന്നായി അറിയാമെങ്കിൽ ഈ ഒരു ചാപ്റ്റർ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പ്യുവർ സബ്സ്റ്റൻസ് എന്ന കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. പ്യുവർ സബ്സ്റ്റൻസ് എന്നാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവിടെ കുറച്ച് സബ്സ്റ്റൻസസ് ഉണ്ട്: വാട്ടർ, ഹണി, മിൽക്ക്, കോപ്പർ റോഡ്. ഇതിൽ ഏതൊക്കെയാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങളെ നോട്ട്ബുക്കിൽ. അപ്പം നിങ്ങൾക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റ് നന്നായി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിൽ ഏതൊക്കെയാണ് പ്യുവർ, ഏതൊക്കെയാണ് പ്യുവർ അല്ലാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വേഗത്തിൽ നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ച്. വാട്ടർ എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണോ? വാട്ടറിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? വാട്ടർ എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടറിൽ ഒരുപാട് മൈക്രോബ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിലും വാട്ടർ എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഹണി എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണോ? ഹണിയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? നമുക്കറിയാം, ഹണിയിൽ ഗ്ലൂക്കോസ്, വാട്ടർ, മിനറൽസ് ഇവ ചേർന്നതാണ് ഹണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ചേർന്നിട്ടാണ് ഈ ഒരു ഹണി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതെന്താണ്, ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. വാട്ട് ഡസ് എ പ്യുവർ സബ്സ്റ്റൻസ് മീൻ ഇൻ കെമിസ്ട്രി? കെമിസ്ട്രിയിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് എ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ദാറ്റ് ആർ ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ. അതായത് ഒരു സബ്സ്റ്റൻസ് ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ട്, ഒന്നിൻ്റെ മേൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ഒരു കോപ്പർ റോഡാണ്. അതിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഐഡൻറ്റിക്കലാണ്. അതുകൊണ്ട് ഈ ഒരു കോപ്പർ റോഡ് എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്നുള്ള കാര്യം നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പ്യുവർ സബ്സ്റ്റൻസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. എലമെൻറ്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണ് എന്നൊക്കെയുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു എലമെൻറ്റിനെ പിന്നെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അറ്റോമിക് എന്നും മോളിക്കുലാർ എന്നും. അറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എക്സാമ്പിളാണ് Ne. നമ്മൾ ഏതൊരു Ne, Fe ഇതുപോലത്തെ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ അറ്റോമിക് ആയിട്ടാണ് പറയുക. അപ്പോൾ അറ്റോമിക് എന്താണെന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ മോളിക്കുലാറിന് എക്സാമ്പിളാണ് O2. അതായത് 2 അറ്റോമിക് ചേർന്നിട്ടുള്ളതാണ് മോളിക്കുലാർ എന്ന് പറയുന്നത്. അതുപോലെ കോമ്പൗണ്ട്സിനും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും മോളിക്കുലാർ എന്നും അയോണിക് എന്നും പറഞ്ഞിട്ട്. ഈ മോളിക്കുലാറിന് എക്സാമ്പിളാണ്, ഈ മോളിക്കുലാറിനെ തന്നെ നമ്മൾ മോളിക്യൂൾ എന്നും പറയും. ഈ മോളിക്യൂളിന് എക്സാമ്പിളാണ് H2O എന്ന് പറയുന്നത്. അപ്പോൾ H2O എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതുപോലെ അയോണിക്കിന് എക്സാമ്പിളാണ് NaCl. അയോണിക് എന്നുള്ള വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ചാർജുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് പ്ലസ് മൈനസ് ചാർജുകളുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് അയോണിക് എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ല, ഇതൊക്കെ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ആറ്റത്തെ പറ്റി, മോളിക്യൂളിനെ പറ്റിയാണ്. ഈ അറ്റോമിക്കിനെ തന്നെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്, മോളിക്കുലാറിനെ തന്നെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുപോലെ അതിന് മുമ്പ് എലമെൻറ്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് പഠിക്കണം. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
നമ്മൾ ഒരു ഷുഗർ ക്യാൻഡി സൊല്യൂഷനും ഒരു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷനും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലുള്ള പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റില്ല, എക്സ്ട്രീംലി സ്മോൾ ആയിരിക്കും. അതുപോലെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എങ്ങനെയാണ് കാണാനുണ്ടാവുക? ഒരു ബ്ലാക്ക് കളറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വേഗത്തിൽ ഡിസോൾവ് ആകുന്നതായിട്ട് കാണാം. അതുപോലെ നമ്മൾ ഷുഗർ ക്യാൻഡി വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാലും അതും വേഗത്തിൽ ഡിസോൾവ് ആവും. അപ്പോൾ അവിടെ ഉള്ള പാർട്ടിക്കിൾസിനെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മളിനി ഒരു ക്യാംഫർ എടുത്തിട്ട് നമ്മൾ ഒരു ചൈന ഡിഷിലെടുത്തിട്ട് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാംഫർ വേഗത്തിൽ ഡിസപ്പിയർ ആവുന്നത് കാണാം. പക്ഷെ അതിൻ്റെ സ്മെല്ല് നമുക്ക് ഈ എയറിലൊക്കെ റിമെയിൻ ചെയ്യുന്നത് കാണാം. എന്താണെന്ന് വെച്ചാൽ ഈ എയറിൽ വേഗത്തിൽ ഈ ക്യാംഫർ സ്പ്രെഡ് ആവുന്നത് കൊണ്ടാണ്. അതിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ സ്മോൾ ആയതുകൊണ്ട് വേഗത്തിൽ എയറിൽ സ്പ്രെഡ് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിഫ്യൂഷൻ എന്ന ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇതിൽ ഈ ഒരു ക്യാംഫറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് ഫസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. അത് ഫിൽ 1 quart ഓഫ് ബോയിലിംഗ് ട്യൂബ് വിത്ത് ഷുഗർ ആൻഡ് ക്ലോസ് ഇറ്റ് വിത്ത് കോട്ടൺ, ദെൻ ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് സ്ട്രോങ്ലി. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്യൂബിൽ ഷുഗർ എടുത്തതിൻ്റെ ശേഷം ഒരു കോട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, വാട്ടർ ഇൻ ദ ഷുഗറിലുള്ള വാട്ടർ എന്ന് പറയുന്നത് സ്റ്റിക്ക് ചെയ്യും ഒരു സൈഡിൽ ബോയിലിംഗ് ട്യൂബിൻ്റെ ഒരു വേപ്പറായിട്ട്. കാർബൺ ആൻഡ് വാട്ടർ ആർ ദ കോമ്പോണൻസ് ഓഫ് ഷുഗറിലുള്ള കോമ്പോണൻസ് ആണ് കാർബണും വാട്ടറും എന്ന് പറയുന്നത്. വാട്ടർ എന്ന് പറയുന്നത് ഫർദർ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വെൻ ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ദ വാട്ടർ ഇറ്റ് സ്പ്ലിറ്റ് ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. ഷുഗർ എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആക്കി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസ് ആയ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഗോൾഡും സിൽവർ ഒന്നും നമുക്ക് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കെമിക്കൽ റിയാക്ഷനിലൂടെ. അതായത് നമ്മൾ ഒരു ഷുഗറിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ ഇവയാണ്. അപ്പോൾ ഈ 3 കോമ്പോണൻസ് ചേർന്നിട്ടാണ് ഷുഗർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പം ഷുഗർ മോളിക്യൂൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഷുഗറിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോണൻസ് എന്ന് പറയുന്നത് കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ ആണ്. ഈ ഒരു വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോണൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. നമ്മളിപ്പം ഒരു ഷുഗർ എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ ഷുഗർ എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു കോട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലേക്ക് പോകും. അതുപോലെ ഈ ഷുഗർ ഹീറ്റ് ചെയ്താൽ ഒരു കറുത്ത കളറായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കറുത്ത കളറായിട്ട് കാണുന്ന ഈ ഒരു പദാർത്ഥം സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കാർബൺ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? കാർബണും വാട്ടറുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ഹീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങളൊരു ബൗളിൽ ഷുഗർ എടുക്കുക. ഷുഗർ എടുത്തതിന് ശേഷം ഫണലിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ കോട്ടൺ കൊണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പോണൻസ് ഏതാണ്? കാർബണും വാട്ടറുമാണ്. അപ്പോൾ ഈ വാട്ടറിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വാട്ടറിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും കിട്ടുമെന്ന് നമുക്ക് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ്, അതായത് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹാംഫി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ഈ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചത്. അതുപോലെ ഈ ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ കിട്ടിയ വാട്ടറിൽ ഈ വാട്ടറിൽ നമ്മൾ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. അതുപോലെ
ഷുഗർ ഡീകമ്പോസ് ചെയ്താൽ കിട്ടുന്നതാണ് കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഷുഗർ ഡീകമ്പോസ് ചെയ്തിട്ട് കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവ ലഭിക്കുകയും ഷുഗർ ഡീകമ്പോസ് ചെയ്ത് കിട്ടിയ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒന്നും പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷുഗറിലുള്ള ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവയാണെന്ന്. അപ്പോൾ നമ്മളിപ്പം പഠിച്ചു പ്യുവർ സബ്സ്റ്റൻസ് 2 ടൈപ്പ് ഉണ്ട്. ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നത്, ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള 2 തരത്തിലുണ്ട്. അപ്പോൾ ഡീകമ്പോസ് ചെയ്ത് ചെറുതാക്കാൻ പറ്റുന്ന പ്യുവർ സബ്സ്റ്റൻസിന്, അതായത് ഷുഗർ പോലത്തെ പ്യുവർ സബ്സ്റ്റൻസിന് എന്താ നമ്മൾ പറയുക? കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ എലമെൻറ്റ്സ്? വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഫർദർ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ദ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്ഡ് ത്രൂ കെമിക്കൽ പ്രോസസ്സ്. ഒരു കെമിക്കൽ പ്രോസസ്സിലൂടെ ഒരു സബ്സ്റ്റൻസിന്, ഒരു പ്യുവർ സബ്സ്റ്റൻസിന് ഫർദർ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ്, സിൽവർ. കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം 2 or more എലമെൻറ്റ്സ്. ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ചേർന്നിട്ട് ഫോം ചെയ്യുന്നതാണ് കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കെമിക്കൽ കോമ്പിനേഷനിലൂടെ ഒന്നോ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് ചേർന്നിട്ടുണ്ടാകുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വാട്ടർ, ഷുഗർ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊക്കെ എന്താണ് ഇവിടെ ഈ ഒരു ഫിഗറിൽ ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതൊക്കെ എലമെൻറ്റ്സിന് എക്സാമ്പിളാണ്. Li എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയമാണ്, Si എന്ന് പറഞ്ഞാൽ സിലിക്കൺ ആണ്, Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയമാണ്, Cu കോപ്പർ, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യമാണ്. കോമ്പൗണ്ട്സ്, ഈ ഒരു കോമ്പൗണ്ട്സിൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൈഡ്രജനും നിങ്ങൾക്ക് കാണാൻ പറ്റും, കാർബണിനെയും കാണാൻ പറ്റും. അതായത് ഈ 2 എലമെൻറ്റ്സ് ചേർന്നിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അതായത് കോമ്പൗണ്ട്സ് ആർ 2 or more elements that are share electrons or have taken or given electrons away. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ 2nd ചാപ്റ്ററിലാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ എലമെൻറ്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എലമെൻറ്റ്സും കോമ്പോണൻസും. അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ എലമെൻറ്റ്സിലെ എക്സാമ്പിൾസായ ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ്, സിൽവർ ഇതൊക്കെ എലമെൻറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ചേർന്നിട്ടുള്ളതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. ഈ ഷുഗറിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് കാർബണും ഓക്സിജനും. അപ്പോൾ എലമെൻറ്റ്സ് എന്താണ്, കോമ്പോണൻറ്റ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒറിജിൻ ഓഫ് ദ നെയിം ഓഫ് എലമെൻറ്റ്സ്. അതായത് എലമെൻറ്റ്സിന് എങ്ങനെയൊക്കെയാണ് പേര് വന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതായത് കുറേ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഭൂമിയിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്തുകയും, അതായത് ഇപ്പം വാട്ടറിൽ ഉള്ള എലമെൻറ്റ്സ് ആണ്, വാട്ടറിൽ 2 എലമെൻറ്റ്സ്, അതായത് ഓക്സിജനും ഹൈഡ്രജനും ചേർന്നിട്ടാണ് വാട്ടർ ഉണ്ടായത് എന്നുള്ളത് നമ്മളിപ്പം പഠിച്ചു. അതുപോലെ ഷുഗറിൽ എത്ര എലമെൻറ്റ്സ് ആയിരുന്നു? കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഈ 3 എലമെൻറ്റ്സ് ചേർന്നിട്ടുള്ളതാണ് ഷുഗർ. ഇങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് കണ്ടെത്തിയതിനാൽ അതിനോടനുബന്ധിച്ച് പേര് നമ്മൾ കണ്ടെത്തേണ്ടതായി വന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് എലമെൻറ്റ്സിന് പേരിട്ടത് എന്നുള്ളതാണ്. എലമെൻറ്റ്സിന് പേരിടാൻ കുറേ മാർഗങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അതിലുള്ള ഇതെന്തായിരുന്നു? പ്ലേസസിൻ്റെ നെയിംസ് കൊടുത്തു കുറേ എലമെൻറ്റ്സിന്. ചില എലമെൻറ്റ്സിന് കൺട്രീസിൻ്റെ പേര് കൊടുത്തു,
ചിലതിന് കോണ്ടിന്യൂൻസിൻ്റെ പേര് കൊടുത്തു, ചിലതിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ പേര് കൊടുത്തു, പ്ലാനറ്റിൻ്റെ പേര് കൊടുത്തു, സാറ്റലൈറ്റിൻ്റെ പേര് കൊടുത്തു. അങ്ങനെ പല രീതിയിലാണ് ഓരോ എലമെൻസിനും പേര് കൊടുത്തിരിക്കുന്നത്. പൊളോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രാൻസിയം ഇതും എന്താണ്, പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പോളണ്ട് എന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൊളോണിയം എന്ന് പറയുന്നത്. ഫ്രാൻസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് എന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോണ്ടിന്യൂൻ്റ് യൂറോപ്പിയം, അമരീഷ്യം ഇത് രണ്ടും കോണ്ടിന്യൂൻ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് കേൾക്കുമ്പം തന്നെ തോന്നില്ല. അതുപോലെ ക്യാരക്ടർ കളർ റുബീഡിയം, ക്രോമിയം ഇത് രണ്ടും എന്താണ്, റുബീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ക്രോമിയം സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്യൂരിയം, ബൊഹ്റിയം ഇതെല്ലാം പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ യൂസ് ചെയ്തിട്ടാണ് എലമെൻസിന് സയൻറ്റിസ്റ്റ് നെയിം നൽകിയിരിക്കുന്നത്. 100-ലധികം എലമെൻസിന് നെയിം നൽകിയിട്ടുണ്ട്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ബേസിക്സ് ഓഫ് നെയിംസ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു ടേബിളാക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ടേബിൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കേണ്ടതിരിക്കുന്നു. ഇത് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എന്തായാലും നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു എലമെൻസിന് എങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ നെയിമിങ് ചെയ്ത എലമെൻസൊക്കെ നമ്മൾ സിമ്പിൾസ് വഴി റെപ്രസെൻ്റ് ചെയ്തു. അത് എങ്ങനെയാണ് അത് കെമിക്കൽ സിമ്പിൾസ് എഴുതുക. അതായത് ഇപ്പം നമ്മൾ പഠിച്ച ഓരോ എലമെൻസിനും ഒരു സിമ്പിളുണ്ട്. അത് എങ്ങനെയാണ് കെമിസ്ട്രിയിൽ നമ്മൾ സിമ്പിളാക്കി എഴുതുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ സി എന്ന് എവിടെ കണ്ടു കഴിഞ്ഞാലും കെമിസ്ട്രിയിൽ അതിൻ്റെ മീനിങ് എന്താണ്, കാർബൺ എന്താണ്. അതുപോലെ ഒ എവിടെ കെമിസ്ട്രിയിൽ കണ്ടാലും അത് ഓക്സിജൻ എന്നാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോഡിയത്തിന് നൈട്രീഡിയം എന്ന പേര് കൊണ്ടാണ് Na എന്നുള്ള ഒരു ഇത് വന്നത്. അതായത് Na എന്നുള്ള സിമ്പിൾ, അതായത് സോഡിയത്തിൻ്റെ എവിടെയും Na ഇല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് കാണും അതെന്തുകൊണ്ടാണ് Na എന്ന് വന്നത്. അതായത് സോഡിയത്തിന് വേറൊരു ലാംഗ്വേജിലുള്ള പേരാണ് നൈട്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ നൈട്രിയത്തിൽ നിന്നാണ് Na വന്നത്. പൊട്ടാസ്യത്തിന് നമ്മൾ പറയുക കാലിയം എന്നാണ്. കാലിയത്തിൻ്റെ K ആണ് ഈ പൊട്ടാസ്യത്തിന് K വന്നതിനുള്ള കാരണം. കുറച്ച് എലമെൻസിന് നമ്മൾ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ചിലതിന് സെക്കൻഡ് ലെറ്റർ വെച്ചിട്ട്, അതായത് സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടും ചിലത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ഇംഗ്ലീഷ് ഓർ ലാറ്റിൻ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ആസ് എ സിമ്പിൾസ് ഓഫ് എലമെൻറ്റ്സ്. നമ്മൾ ഫസ്റ്റ് ലെറ്റർ, അതായത് ഇംഗ്ലീഷിലുള്ള അല്ലെങ്കിൽ ലാറ്റിൻ ലെറ്റേഴ്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സാണ് നമ്മൾ സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കാർബൺ, എക്സാമ്പിൾ കാർബണിൻ്റെ ഫസ്റ്റ് ലെറ്റർ C ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്സിജൻ്റെതാണെങ്കിൽ O ആണ് നമ്മൾ എടുക്കുന്നത്. സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിമാണ് നൈട്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് Na വന്നത്. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നെയിമാണ് കാലിയം എന്ന് പറയുന്നത്. അതാണ് K എന്ന് ഉദ്ദേശിക്കുന്നത്. ചിലത് ഒക്കെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്റർ ആക്കിയിട്ട് എഴുതുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ആക്കിയിട്ട് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ കാർബണിൻ്റെ സിമ്പിൾ C, ഫ്ലൂറിൻ്റെ സിമ്പിൾ F, ഹൈഡ്രജൻ്റെ H, അയഡിൻ I, നൈട്രജൻ H, ഓക്സിജൻ O, ഫോസ്ഫറസ് P, പൊട്ടാസ്യം K, സൾഫർ S, യുറേനിയം U. അലൂമിനിയത്തിൻ്റെ വരുമ്പോൾ നിങ്ങൾ നോക്ക് Al എന്നാണ് വരുന്നത്. ബ്രോമിൻ്റെത് Br, കാൽസ്യം Ca, അതായത് സ്മോൾ ലെറ്റർ ആണ്. സെക്കൻഡ് വരുന്നത് സ്മോൾ ലെറ്റർ ആയിട്ട്. ക്രോമിയം Cr, കോപ്പർ Cu, ഗോൾഡ് Au, ഹീലിയം He, അയൺ Fe, ലെഡ് Pb, മഗ്നീഷ്യം Mg.